ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉലുവ റെസിപ്പി പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ചധികം വെള്ളം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നമുക്കൊരു 7-8 മണിക്കൂറെങ്കിലും ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഓവർനൈറ്റ് ആയിരുന്നു കുതിരാൻ വെച്ചത്. നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് ആ വെള്ളത്തോടെ തന്നെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. വേറൊരു പാത്രത്തിലേക്ക് 2 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെറിയ ചൂടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അതിലുള്ള പാല് മുഴുവനായിട്ട് തന്നെ നല്ല പോലെ പിഴിഞ്ഞിട്ട് നമുക്ക് എടുക്കണം. നല്ലൊരു തിക്ക് തേങ്ങാപ്പാലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്കായ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ചുക്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം അത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഉലുവ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ തരികളൊന്നും ഇല്ലാതെ തന്നെ നമുക്കതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് നല്ലൊരു തിക്കായിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്കത് കിട്ടും. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ, ചുക്ക്, അതുപോലെ തന്നെ ചെറിയ ജീരകം ഇത് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കർക്കിടകത്തിലൊക്കെ എസ്പെഷ്യലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഇത്. അപ്പോൾ സാധാരണയായിട്ട് ഉലുവപ്പാൽ എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതൊരു 3 ദിവസമെങ്കിലും തുടർച്ചയായിട്ടൊന്ന് കഴിച്ചു നോക്കൂ. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.